കേരളത്തിന്റെ തലസ്ഥാന നഗരി ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങുമ്പോൾ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും അതിർവരമ്പുകൾ മായ്ച്ചു കളയുന്ന ഒരു വലിയ സന്ദേശമാണ് പാളയം ഇമാമിൽ നിന്നും ഉണ്ടായത്. പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വിശ്രമിക്കാനും പ്രാഥമിക സൗകര്യങ്ങൾക്കുമായി വീടുകളും മസ്ജിദുകളും തുറന്നു നൽകണമെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം വലിയ ആവേശത്തോടെയാണ് കേരള സമൂഹം ഏറ്റെടുത്തത്. വിവിധങ്ങളായ ആത്മീയ പ്രസ്ഥാനങ്ങളും വിശ്വാസധാരകളും നമുക്കിടയിൽ ഉണ്ടെങ്കിലും അവയെല്ലാം കാതലായി പറയുന്നത് മനുഷ്യർ ഒന്നിക്കണമെന്ന ആശയമാണെന്ന് ഇമാം ഓർമ്മിപ്പിച്ചു. ലോകത്തുള്ള സകല മനുഷ്യരും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണെന്ന വിശാലമായ ചിന്തയാണ് നമ്മുടെ നാടിനെ നയിക്കേണ്ടത്. ഈ സാഹോദര്യത്തിന് പോറലേൽപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ ചില ശക്തികൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെന്ന് ഇമാം നിരീക്ഷിച്ചു. കേരള സ്റ്റോറി പോലുള്ള സിനിമകളും അജണ്ടകളും ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ ഇത്തരം കുൽസിത ശ്രമങ്ങളെ കേരളം എക്കാലത്തും അതിജീവിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഏത് കോണിൽ നിന്ന് ശ്രമം ഉണ്ടായാലും ഒന്നിക്കണമെന്ന ശബ്ദം എവിടെ നിന്ന് ഉയർന്നാലും അതിനെ നമ്മുടെ നാട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന ഈ ശൈലിയാണ് കേരളത്തിന്റെ യഥാർത്ഥ കരുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല റമദാൻ മാസത്തിലായതിനാൽ വിശ്വാസികൾക്ക് കൂടുതൽ കരുതൽ ഉണ്ടാകണമെന്ന് ഇമാം അഭ്യർത്ഥിച്ചു. നോമ്പ് എടുക്കുന്നവർക്ക് ശാരീരികമായ ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. എങ്കിലും പൊങ്കാല ഇടാനെത്തുന്ന സഹോദരിമാർക്ക് കുടിവെള്ളമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ലഭിക്കാത്ത ഒരവസ്ഥയും ഉണ്ടാകരുത്. മുൻകാലങ്ങളിലും മസ്ജിദുകളും മുസ്ലിം ഭവനങ്ങളും പൊങ്കാല സമയത്ത് സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. എന്നാൽ ഇത്തവണ റമദാൻ ആയതിനാൽ പ്രത്യേകമായൊരു അറിയിപ്പ് നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് തനിക്ക് തോന്നി. വിശ്വാസികൾ ആവശ്യകതകൾ മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വൈകുന്നേര സമയത്താണ് പലപ്പോഴും പൊങ്കാല കഴിഞ്ഞ് ആളുകൾ മടങ്ങുന്നത്. ആ സമയത്താണ് മസ്ജിദുകളിലും വീടുകളിലും നോമ്പ് തുറയുടെ ഭാഗമായി കഞ്ഞി വിതരണം ചെയ്യുന്നത്. കഞ്ഞി പൂർണ്ണമായും സസ്യാഹാരമായതിനാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ഇത് നൽകുന്നതിൽ തടസ്സമില്ലെന്ന് ഇമാം വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ ശീതളപാനീയങ്ങളും ജ്യൂസും കഞ്ഞിയും പൊങ്കാല ഭക്തർക്കായി വിതരണം ചെയ്യണം. നമ്മുടെ വീടുകളിൽ എത്തുന്ന അതിഥികളായി അവരെ കണക്കാക്കണം. ഭക്ഷണവും വെള്ളവും നൽകി അവരെ സ്വീകരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇത് മതപരമായ വേർതിരിവുകൾക്ക് അപ്പുറമുള്ള മനുഷ്യത്തിന്റെ അടയാളമാണ്. ഇത്തരത്തിലുള്ള ഐക്യത്തിന്റെ സന്ദേശങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ശുഭസൂചനയാണെന്ന് ഇമാം പറഞ്ഞു. ഗൂഢാലോചനകൾ പലയിടത്തും നടക്കുന്നുണ്ടാകാം. പക്ഷേ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഭിന്നിപ്പിന്റെ ശക്തികൾക്ക് തിരിച്ചടിയാകും. മതസൗഹാർദ്ദം എന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണ്. തിരുവനന്തപുരത്തെ പാളയം മസ്ജിദും തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രവും ക്രിസ്ത്യൻ പള്ളിയും പരസ്പരം പുലർത്തുന്ന ആ സ്നേഹബന്ധം കേരളത്തിന്റെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പിതാമഹന്മാർ പകർന്നു നൽകിയ മതസൗഹാർദ്ദത്തിന്റെ പാരമ്പര്യം വരും തലമുറയ്ക്കും കൈമാറേണ്ടതുണ്ട്. വിഭാഗീയതയുടെ വിഷം വമിപ്പിക്കുന്നവർക്ക് മറുപടി നൽകേണ്ടത് സ്നേഹം കൊണ്ടായിരിക്കണം. ഒന്നായി മുന്നോട്ട് പോകുക എന്ന ആശയത്തിന് ഏത് രാഷ്ട്രീയമോ മതമോ നൽകുന്നതിനേക്കാൾ വലിയ പ്രസക്തിയുണ്ട്. ഒരേ മണ്ണിൽ ഒരേ ആകാശത്തിന് കീഴിൽ കഴിയുന്ന നാം ആത്യന്തികമായി മനുഷ്യരാണെന്ന സത്യം മറക്കരുത്. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയുടെ വാക്കുകൾ കേവലം ഒരു ആഹ്വാനമല്ല, മറിച്ച് കേരളീയ പൊതുസമൂഹം മുറുകെ പിടിക്കേണ്ട നിലപാടാണ്. ഐക്യത്തിന്റെ ഈ ശബ്ദം വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തോടെ കേരളത്തിൽ മുഴങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.